ഹായ് ഹലോ. അപ്പോൾ ഇന്ന് എൻ്റെ വീട് കാണാം. എൻ്റെ വീടെന്ന് പറഞ്ഞാൽ അമ്മേൻ്റെ വീട്. അപ്പോൾ ഞാനിപ്പോൾ 2 ദിവസമായിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി ഇപ്പം നമ്മൾ ഒരു പുതിയ വീട്ടിലായതിന് ശേഷം അങ്ങനെ അമ്മ വീട്ടിലേക്കൊന്നും വരാറില്ല. അപ്പോൾ 2 ദിവസം ഇങ്ങനെ ഏട്ടൻ പറഞ്ഞൊന്ന് പോയി നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാനൊന്ന് വന്ന് കുറേ ദിവസമല്ലേ. അപ്പോൾ നേരെ കാണുന്നത് സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ നമ്മൾ ഹാളിലേക്കായിട്ട് പോണത്. അപ്പോൾ ഹാളിങ്ങനത്തെ ഇതുപോലെയാണ്. അപ്പോൾ വാളിൽ കുറേ ചിത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കുറേ മുന്നേ വരച്ച് വെച്ചതായിരുന്നു കേട്ടോ. അതൊക്കെ കുറേ വർഷങ്ങളായി, 3-4 കൊല്ലം മുന്നൊക്കെ വരച്ചതായിരുന്നു. പിന്നെ അവിടെ വിളക്ക് വെക്കണത്, ചെറിയ വിളക്കൊക്കെ, പിന്നെ റൂമൊന്നുമില്ല ഇവിടെ, ഞങ്ങൾ ഹാളിൽ തന്നെയാണ്. പിന്നെ ഈ കഥകളീൻ്റെ ഒക്കെ ഞാൻ കുറേ മുന്നേ ഒരു 2 കൊല്ലം മുന്നൊക്കെ, 2 കൊല്ലം അല്ല കേട്ടോ, കുറച്ച് മുന്നൊക്കെ കല്യാണം കഴിഞ്ഞ ടൈമിലൊക്കെ ഞാൻ വരച്ച് വെച്ചതായിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ പിന്നെ വാളിൽ പിന്നെ ഫോട്ടോ ഫ്രെയിമാണ്. എൻ്റെ 7ാം മാസത്തിൻ്റെ ഒക്കെ ഉള്ള ഫോട്ടോസൊക്കെ ഉണ്ടായില്ല. പിന്നെ ഇതൊരു ഫസ്റ്റത്തെ റൂമാണ് കേട്ടോ. ഇതിലും ഇതേമാതിരി ചെറിയൊരു ചിത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. വലിയ ഡെക്കറേഷനൊന്നും ഇല്ല, കാരണം കുറേ ആയി വീടൊക്കെ എടുത്തിട്ട്. അപ്പോൾ അതിൻ്റെ കുറേ പെയിൻറ്റിങ്ങൊക്കെ ചെയ്തിട്ട് എൻ്റെ കല്യാണത്തിന് ചെയ്തതിൻ്റെയൊക്കെയാണ് അതിൽ. പിന്നെ സ്റ്റെയറിൻ്റെ ആ ഭാഗത്ത് ഇതേമാതിരി ഞാൻ കുറച്ച് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അനിയൻ്റെ റൂമിലേക്കാട്ടോ പോണത്, 2ാമത്തെ റൂമാണിത്. അവിടെ പിന്നെ ഈ അലമാരൊക്കെ പിന്നെ അന്ന് എൻ്റെ കല്യാണ ടൈമിലൊക്കെ ചെയ്ത് വെച്ചിരുന്നു. അതുകൊണ്ട് ബാക്കിയുള്ള റൂമിലൊന്നും അങ്ങനെ വല്ലാതെ പിന്നെ അലമാര ഫാബ്രിക്കേഷൻ്റെ പണികളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞത് ബാത്റൂമാണ്. ആകെ ഒരു ബാത്റൂമുള്ള റൂമിൽ. പിന്നെ ഈ സൈഡിലാണ് സ്റ്റെയറിൻ്റെ അടിയിലായിട്ടാണ് ഫ്രിഡ്ജ് വെച്ചേക്കുന്നത്. പിന്നെ 3ാമത്തെ റൂം, ഇവിടെയാണ് പിന്നെ അമ്മ കിടക്കാറും. ഇവിടെ ഇതേമാതിരി ഒന്നും ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല. പിന്നെ പഴയ ഒരു അലമാറുണ്ട്. പിന്നെ അതാ ചെറിയൊരു കട്ടിലാട്ടോ, ഒരാൾക്ക് കിടക്കാൻ പറ്റിയുള്ള ആ ടൈപ്പിലുള്ള കട്ടിലാണ് വാങ്ങിയിട്ടുള്ളതെന്നും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുക്കളയിലേക്ക് പോകാം. അടുക്കള കുറേ ആയിട്ടോ, അപ്പോൾ അതിൻ്റെ പോരായ്മകളൊക്കെ ഉണ്ടാവും, വീഡിയോയിൽ അങ്ങനെ കാണാം. അപ്പോൾ കുറേ വർഷങ്ങളായില്ലേ എടുത്ത് വെച്ചിട്ട്. അപ്പോൾ എൻ്റെ കല്യാണത്തിനൊക്കെ പെയിൻ്റ് അടിച്ചതാട്ടോ. പിന്നെ കഴിഞ്ഞിട്ട് നമ്മൾ പെയിൻ്റ് അടിക്കില്ല, സാധാരണക്കാരൻ അങ്ങനെയാണല്ലോ. ഒരു കല്യാണം വരുമ്പോൾ പെയിൻ്റ് അടിക്കും, പിന്നെ അടിക്കലൊന്നും ഉണ്ടാവില്ല. ഇനി അടുത്ത കല്യാണം വരണം. പിന്നെ അത് കഴിഞ്ഞിട്ട് പുറത്ത് ഇതേമാതിരി ഞങ്ങൾ പുറത്താട്ടോ പിന്നെ ചോറൊക്കെ ഉണ്ടാക്കല്ലേ. അപ്പോൾ പുറത്ത് അടുപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ പുറത്തേതാ പിന്നെ കുറേ അച്ഛൻ്റെ കലങ്ങളൊക്കെ ഉണ്ട് അവിടെ, മണ്ണിൻ്റെ കലങ്ങളാണ് പൊതുവേ. പിന്നെ ബാക്ക് സൈഡാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പുല്ലൊക്കെ ഉണ്ടായിരുന്നു മിറ്റം. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ കണ്ടില്ലേ പുല്ലൊക്കെ മിറ്റമൊക്കെ റെഡിയാക്കിയെന്ന്. അപ്പോൾ ഞാൻ വന്നപ്പോൾ ഏതായാലും പിന്നെ അമ്മ പണിക്ക് പോകുമ്പോൾ പിന്നെ ഞാനിവിടെ ഇങ്ങനെ വെറുതെ നിൽക്കില്ല, കാരണം അടുക്കളപ്പണിയൊക്കെ അമ്മ ചെയ്തു. കാരണം രാവിലെ ഞാൻ അങ്ങനെ നിൽക്കാറൊന്നുമില്ല. ഇവിടെ വന്ന പിന്നെ 8 മണിയൊക്കെ ആവും നിൽക്കാൻ. അപ്പോൾ പിന്നെ അടുക്കളപ്പണിയായിട്ട് ഒന്നും ഉണ്ടാവലില്ല. അതുകൊണ്ട് പിന്നെ ഇങ്ങനെ വെറുതെ നിന്നപ്പോൾ പിന്നെ മിറ്റമൊക്കെ കുറച്ച് പുല്ലൊക്കെ ആയി ഉണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ ഒന്ന് ചെത്തി ക്ലീനാക്കി വൃത്തിയാക്കി. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പണി വേണ്ടേന്ന് പറഞ്ഞിട്ട് അപ്പോൾ റിച്ചൂട്ടനും എൻ്റെ പിന്നാലെ ഇങ്ങനെ നടന്നു നിന്നിട്ടോ. പിന്നെ അനിയന് പിന്നെ ഉള്ളത്തെ പണിയൊക്കെ ചെയ്തു. ഓനക്കിന്ന് വർക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഓന് അടിച്ചു വാരി തുടച്ചൊക്കെ തന്നേന്നു കേട്ടോ. പിന്നെ ഒക്കെ ചെയ്തു തരും, സഹായിച്ചു തരും. അപ്പോൾ ഞാൻ പറഞ്ഞു പുറത്തത്തെ പണി ഞാൻ ചെയ്യാടാ, അപ്പോൾ നീ ഉള്ളത്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞപ്പോൾ ഓനൊക്കെ ചെയ്ത് തന്നേ. അത് കഴിഞ്ഞ് പിന്നെ ഒക്കെ ക്ലീനാക്കി. പിന്നെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല പുല്ല് ഈ ഭാഗത്ത് നല്ല പുല്ലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ.